എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം സിൻഡിക്കേറ്റ് തള്ളി. യോഗത്തിൽ CPI കോൺഗ്രസ് സംയുക്ത നീക്കങ്ങൾ. KSU മാർച്ചിൽ സംഘർഷം. ലക്ഷ്മി നായരെ പരീക്ഷാ ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കി. മറ്റക്കര ടോംസ് കോളേജിന് സാങ്കേതിക സർവകലാശാലയുടെ സ്റ്റോപ്പ് മെമ്മോ. ലോ അക്കാദമി തർക്കത്തിൽ പിണറായി വിജയനെ കടന്നാക്രമിച്ച് CPI മുഖപത്രം. ചരിത്രം പഠിക്കാത്തവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാകും. ലേഖനത്തെ തള്ളിപ്പറയാതെ കാനം രാജേന്ദ്രൻ. CPI ഔദാര്യം കൊണ്ട് ഉണ്ണുന്നവരെന്ന് പരിഹസിച്ച് EP ജയരാജൻ. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണ് എന്ന്. അങ്ങനെ കഴിഞ്ഞുകൂടുന്നൊരു പാർട്ടിയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശശികല നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശശികലയ്ക്കെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതി വിധി ഒരാഴ്ചക്കുള്ളിൽ. इस तरीके से कोई भी ये पोस्टर लेकर के ये करके करना उचित नहीं है. അഹമ്മദിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. വഴിയാത്ര തടഞ്ഞുള്ള സമരങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഉപരോധ സമരങ്ങളിൽ പോലീസ് മധ്യസ്ഥത വഹിക്കേണ്ട. UAPയെയും കാപ്പയെയും ദുരുപയോഗം ചെയ്യരുതെന്നും മുന്നറിയിപ്പ്. BCCIയിൽ വിനോദ് റായിയുടെ ശുദ്ധീകരണം. അനുരാഗ് ഠാക്കൂർ നിയമിച്ച ഭരണവിഭാഗം ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ഭരണവിഭാഗത്തിന് മേൽനോട്ടം വഹിക്കാൻ പുതിയ മേധാവി. ലോ അക്കാദമി ലോ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കേണ്ടെന്ന് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനം. അഫിലിയേഷൻ റദ്ദാക്കണമെന്ന് UDFും CPIയും കൊണ്ടുവന്ന പ്രമേയങ്ങൾ തള്ളി. അതേസമയം ലോ അക്കാദമിക്ക് യോഗ്യതയുള്ള പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ച് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചു. ലോ അക്കാദമിയിലെ സമരം കത്തിനിൽക്കുന്നതിനിടയിലാണ് വിഷയം ചർച്ച ചെയ്യാൻ കേരള സർവകലാശാല പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്ന പ്രമേയം UDFും CPI അംഗവും അവതരിപ്പിച്ചു. എന്നാൽ അഫിലിയേഷൻ റദ്ദാക്കേണ്ടെന്ന നിലപാടിലായിരുന്നു CPM അംഗങ്ങൾ. തർക്കം വോട്ടെടുപ്പിലേക്ക് നീങ്ങിയപ്പോൾ 8-നെതിരെ 12 വോട്ടുകൾക്ക് പ്രമേയം പരാജയപ്പെട്ടു. CPIM അംഗങ്ങൾക്കൊപ്പം ഉദ്യോഗസ്ഥ പ്രതിനിധികളും പ്രമേയത്തിന് എതിരായി വോട്ട് ചെയ്തു. കോളേജ് സർക്കാർ ഏറ്റെടുക്കണം, പ്രിൻസിപ്പലിനെ പുറത്താക്കണം, അഫിലിയേഷൻ ആവശ്യമാണ് എങ്കിൽ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണം. പക്ഷേ ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കുവാൻ ഭൂരിപക്ഷം അനുവദിച്ചില്ല. 8-12 എന്ന് പറയുന്ന ആ ഒരു വോട്ടിംഗ് നിലവാരത്തിലാണ് തീരുമാനങ്ങളെടുത്തത്. അതേസമയം അക്കാദമിയിൽ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണമെന്ന പ്രമേയം CPMും കൊണ്ടുവന്നു. യോഗ്യതയുള്ള പ്രിൻസിപ്പലിനെ നിയമിച്ച് അടിയന്തരമായി സർവകലാശാലയെ അറിയിക്കാനായിരുന്നു നിർദ്ദേശം. ഈ പ്രമേയത്തെ UDFും CPIയും എതിർത്തു. എങ്കിലും പ്രമേയം പാസായി. പുതിയൊരു പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതിന്, യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊരു പ്രിൻസിപ്പലിനെ നിയമിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കോളേജ് മാനേജ്മെൻറ്റിന് ആവശ്യപ്പെടുകയും ചെയ്തു. ലക്ഷ്മി നായർക്കെതിരെയുള്ള നടപടികൾ തുടരാനും സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. ഒരേ സമയം ബിരുദവും ബിരുദാനന്തര കോഴ്സും പഠിച്ചുവെന്ന പരാതിയാണ് അന്വേഷിക്കുക. സിൻഡിക്കേറ്റ് അംഗം ജീവൻലാലിന്റെ പരാതിയിലാണ് അന്വേഷണം. ലക്ഷ്മി നായരുടെ ഭാവി മരുമകൾക്ക് മാർക്ക് ദാനം ചെയ്ത സംഭവത്തിലും അന്വേഷണം തുടങ്ങാൻ തീരുമാനമായി. അനുരാധ P. നായർക്കൊപ്പം ലക്ഷ്മി നായരിൽ നിന്നും ലോ അക്കാദമിയിലെ മറ്റ് അധ്യാപകരിൽ നിന്നും സിൻഡിക്കേറ്റ് ഉപസമിതി തെളിവെടുക്കും. ലോ അക്കാദമി വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റിൽ വൈസ് ചാൻസലർ ഹാജരാകാത്തതിനെതിരെയും വിമർശനമുയർന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ലോ അക്കാദമി വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് CPI മുഖപത്രമായ ജനയുഗം. ചരിത്രം പഠിക്കാത്തവരെ കാത്തിരിക്കുന്നത് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടകളാണെന്ന് ജനയുഗത്തിലെ ലേഖനം പറയുന്നു. പത്രത്തിന്റെ എഡിറ്റർ എന്ന നിലയിൽ ലേഖനത്തിന്റെ ഉത്തരവാദിത്തം തനിക്കുമുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഏതോ ഒരു പിള്ളയല്ല PS നടരാജ് പിള്ള എന്ന പേരിൽ CPI നേതാവ് കൂടിയായ VP ഉണ്ണികൃഷ്ണൻ CPI മുഖപത്രമായ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സർക്കാരിന് രൂക്ഷ വിമർശനമുള്ളത്. സർക്കാരിനും പ്രാതിനിധ്യമുണ്ടായിരുന്ന ലോ അക്കാദമി കുടുംബസ്വത്തായി മാറിയത് അന്വേഷിക്കേണ്ടതല്ലേ എന്നാണ് ലേഖനം ചോദിക്കുന്നത്. ഭൂമി തിരിച്ചുപിടിക്കില്ലെന്ന് പറയുന്ന മഹാരഥന്മാർ ചരിത്രപാഠം അറിയണം. ചരിത്രം ഉൾക്കൊള്ളാത്തവരെ ചരിത്രത്തിന്റെ തന്നെ ചവറ്റുകുട്ടകളാണ് കാത്തിരിക്കുന്നത്. സർ CP രാമസ്വാമി അയ്യരാണ് വിവാദ ഭൂമി ഏറ്റെടുത്തത്. സർ CP ചെയ്തത് എല്ലാം ശരിയെങ്കിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് എന്ത് പ്രസക്തിയെന്നും ലേഖനം ചോദിക്കുന്നു. അതേസമയം ജനയുഗത്തിലെ ലേഖനത്തെ തള്ളിപ്പറയാൻ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തയ്യാറായില്ല. പാർട്ടിയുടെ നിലപാടുകൾ മുഖപ്രസംഗത്തിലൂടെയാണ് വ്യക്തമാക്കുക. എങ്കിൽ പോലും എഡിറ്റർ എന്ന നിലയിൽ ആ ലേഖനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്നില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. എന്നർത്ഥമില്ല. അതിന്റെ എഡിറ്റർ ഞാനാണ്. അതിനകത്ത് വരുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ അത് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ.
വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പത്രങ്ങളിൽ വരാറുണ്ട്. നിങ്ങളുടെ എല്ലാം പത്രത്തിൽ വന്നിട്ടുണ്ട്. ലോ അക്കാദമി സമരത്തെ CPI-CPIM തർക്കമായി കാണേണ്ട. ഭൂമി പ്രശ്നത്തിലെ റവന്യൂ പരിശോധനയെക്കുറിച്ചല്ല മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്നും കാനം രാജേന്ദ്രൻ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. CPIയെ പരിഹസിച്ച് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ജനയുഗം നിലവാര തകർച്ചയുടെ മാധ്യമമായി മാറി. സങ്കുചിത താൽപര്യം വെച്ച് ഇടതുപക്ഷ വിരുദ്ധതയുടെ പാവയായി CPI നേതൃത്വം മാറി. CPI ഒരു തരത്തിലുമുള്ള ശക്തിയുള്ള പാർട്ടിയല്ലെന്ന് EP ജയരാജൻ പരിഹസിച്ചു. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നും അല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണ് എന്ന്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ വമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളാണ്, CPIക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ തരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ മന്ത്രിക്കും കിട്ടുന്ന പരാതി വെച്ചുകൊണ്ട് ഓരോ മന്ത്രി ഉത്തരവിടാൻ തുടങ്ങിയാൽ എവിടെ എത്തും? അപ്പോൾ കുറേ കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കാണണം. ഈ വിഷയത്തിൽ ശ്രീ NP ചെക്കൂട്ടി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ R സജിലാൽ, AIYF സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, ശ്രീ P ബിജു, CPIM നേതാവ്, യുവജനക്ഷേമ ബോർഡ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ R സജിലാൽ, ഇന്ന് സിൻഡിക്കേറ്റിൽ പ്രിൻസിപ്പളിനെ നീക്കി പുതിയ പ്രിൻസിപ്പളിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയെ അറിയിക്കുക എന്ന പ്രമേയം വന്നിട്ട് എന്തുകൊണ്ടാണ് അതിനെ CPIയുടെ നോമിനി എതിർത്തത്? പ്രിൻസിപ്പാളിനെ നീക്കണം എന്നാവശ്യപ്പെട്ടാണല്ലോ AISF അടക്കമുള്ള വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയും ആ സമരം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ ആവശ്യത്തെ എതിർത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ലോ അക്കാദമി സമരത്തിൽ CPI ലക്ഷ്യം വെക്കുന്നത്? ഇതിനകത്ത് സർവകലാശാല ഉപസമിതിയുടെ മുന്നിൽ ലോ അക്കാദമി ലാ കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞിരിക്കുന്ന പരാതികളെല്ലാം തന്നെ അതിനകത്ത് 100% കഴമ്പുണ്ട് എന്ന് തെളിയുകയുണ്ടായി. സർവകലാശാല സിൻഡിക്കേറ്റും അത്തരത്തിലുള്ള നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. എന്നാൽ ആ സർവകലാശാല സിൻഡിക്കേറ്റ് ആ റിപ്പോർട്ട് യാതൊരു ശുപാർശയുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പിന്, സർക്കാരിന് അയച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് തിരികെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് എന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണം എന്ന് പരാമർശം നടത്തിക്കൊണ്ടാണ് തിരിച്ചയച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകളുടെ ഒരു കൂമ്പാരമാണ് ലാ അക്കാദമി ലാ കോളേജുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിനെതിരെയും അതിൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള ലക്ഷ്മി നായർക്കെതിരെയും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ നിരവധിയായിട്ടുള്ള ക്രമക്കേടുകളുടെ തെളിവുകളാണ്. സ്വാഭാവികമായിട്ടും പല സംവിധാനങ്ങൾ പരിശോധിക്കുകയാണ് ശ്രീ R സജിലാൽ. ഇവിടെ യൂണിവേഴ്സിറ്റിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നുള്ള വിഷയത്തിലാണല്ലോ സിൻഡിക്കേറ്റ് പരിശോധന നടത്തുക. അവർ പ്രിൻസിപ്പാളിനെ നീക്കുക എന്ന തീരുമാനത്തിലെത്തിയിട്ട് പുതിയ പ്രിൻസിപ്പാളിനെ നിയോഗിക്കുക, അത് യൂണിവേഴ്സിറ്റിയെ അറിയിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിൽ എത്തിയാൽ അതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അതാണ് വിദ്യാർത്ഥികളുടെ സമരത്തിന് ആധാരമായ വിഷയം. ആ വിഷയത്തിൽ മറിച്ചൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സമരം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? ലോ അക്കാദമി ലോ കോളേജിനെ തകർക്കുക എന്ന ലക്ഷ്യമുണ്ടോ? അതോ ഇപ്പോഴത്തെ ഭരണത്തിൽ അസ്വാരസ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമുണ്ടോ? പ്രിൻസിപ്പളിനെ മാറ്റുക എന്നുള്ളതാണ് സമരം തുടങ്ങിയപ്പോൾ പറഞ്ഞ മുദ്രാവാക്യം. അതിനനുസൃതമായ നിലപാട് ഇന്ന് സിൻഡിക്കേറ്റ് സ്വീകരിക്കുന്നു. അതിനെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഡയറക്ടർ നാരായണൻ നായർ നൽകിയ കത്ത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കണം എന്നുള്ള തരത്തിലാണ്. പുതിയ പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വൈസ് പ്രിൻസിപ്പാളായിട്ടിരുന്ന അദ്ദേഹത്തിന് മതിയായിട്ടുള്ള യോഗ്യത, പ്രിൻസിപ്പാളായിട്ട് വരുവാനുള്ള മതിയായ യോഗ്യതയില്ലായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും പരാതികൾ ഉയർന്നപ്പോഴാണ് ലാ അക്കാദമി ലാ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ചുമതല വൈസ് പ്രിൻസിപ്പാളിനെ ഏൽപ്പിച്ചപ്പോൾ അത് വീണ്ടും ആ വൈസ് പ്രിൻസിപ്പാളിനെ മാറ്റി മറ്റ് പ്രിൻസിപ്പാളിന് ചുമതല കൊടുക്കണം എന്നുള്ള തരത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്രമക്കേടുകളെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റിന് മുന്നിലെല്ലാം തന്നെ തെളിഞ്ഞിരിക്കുകയും സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല സിൻഡിക്കേറ്റിന് നടപടിയെടുക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ട് തിരിച്ചയച്ചപ്പോഴും ഈ പ്രിൻസിപ്പാളിനെതിരെ ലക്ഷ്മി നായർക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അഫിലിയേഷൻ അടക്കം
ഈ സ്ഥാപനത്തിന്റെ അഫിലിയേഷൻ അടക്കം റദ്ദാക്കുവാനുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല, വിദ്യാർത്ഥികൾ ഉന്നയിച്ച വിഷയം, വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന വിഷയം അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ ദുർഭരണമാണ്. അവിടെ പ്രിൻസിപ്പാളിന്റെ ദുർഭരണമുണ്ട് എന്നാണ് ഈ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഉപസമിതി കണ്ടെത്തിയിട്ടുള്ളതും. അതിന് തിരുത്തൽ വേണം, ആ പ്രിൻസിപ്പാളിനെ മാറ്റണം എന്നുള്ളതാണല്ലോ അതിന്റെ സൊല്യൂഷൻ. ആ സൊല്യൂഷനിലേക്ക് എത്തുമ്പോൾ പുതിയ പുതിയ ഗോൾ പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ലോ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കേണ്ട സാഹചര്യം എന്താണ്? ലോ അക്കാദമി കഴിഞ്ഞ 50 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത്, നിയമവിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നിയമ കലാലയമാണ്. അതിന് താഴിട്ടേ അടങ്ങൂ എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധിയുടെ പൊരുളെന്താണ്? അത് മനസ്സിലാകുന്നില്ല. AIVF വളരെ സുചിന്തമായിട്ടുള്ള അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ രേഖപ്പെടുത്തുകയുണ്ടായി. ലോ അക്കാദമി ആദ്യ കാലഘട്ടത്തിൽ രൂപീകരിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ട്രസ്റ്റ് അല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് രൂപീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഇതിന് സർക്കാരിന് വലിയ നിയന്ത്രണം ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ഇതിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഘടന തന്നെ. കേരളത്തിലെ ഗവർണർ ചീഫ് പാർട്ടണറായും മുഖ്യമന്ത്രി രക്ഷാധികാരിയായും റവന്യൂ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും 3 ഹൈക്കോടതി ജഡ്ജിമാരും പ്രമുഖ അഭിഭാഷകരും അടങ്ങുന്നൊരു ട്രസ്റ്റായിരുന്നു. എന്നാൽ ആ ട്രസ്റ്റ് അടക്കം പുനഃസംഘടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സർവകലാശാല അറിയേണ്ടതാണ്. അപ്പോൾ സർവകലാശാലയെ കബളിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ ട്രസ്റ്റ് അടക്കം പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വകാര്യമായിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടായിക്കൊണ്ട് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നതിനെ സ്വകാര്യ സ്വത്താക്കി മാറ്റിക്കൊണ്ട് ഇത്രയും വലിയൊരു ക്രമക്കേട് നടത്തുമ്പോൾ ഈ ക്രമക്കേട് നടത്തിയ ഈ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരള യൂണിവേഴ്സിറ്റി ശ്രീ പി ബിജു, വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയോട് നിർദ്ദേശിച്ചത് ഇതാണ്, ഞാൻ വായിക്കാം. ലോ അക്കാദമിയുടെ പ്രവർത്തനം സർവകലാശാല ചട്ടങ്ങൾക്ക് അനുഗുണമല്ലാത്ത സാഹചര്യത്തിൽ സർവകലാശാല ചട്ടങ്ങൾ അനുശാസിക്കും വിധം ലോ അക്കാദമിക്കെതിരെ കർശന നടപടികൾ ഉടൻ സ്വീകരിക്കുന്നതിന് സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർദ്ദേശം നൽകുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സർവകലാശാല അങ്ങനെ കർശനമായൊരു നിലപാട്, കർശനമായൊരു നടപടി സ്വീകരിക്കാത്തത്? പ്രിൻസിപ്പാളിനെ നിയമിച്ചുകൊണ്ട് സർവകലാശാലയെ അറിയിക്കുക എന്നുള്ളതാണോ ഈ ചട്ടലംഘനങ്ങളുടെ, ഈ ക്രമക്കേടുകളുടെ ഒക്കെ പരിഹാരം? ഒന്ന്, വിദ്യാഭ്യാസ മന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുതന്നെ കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പുതിയ സംഭവമാണ്. കാരണം ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്നുള്ളതായിരുന്നു നിങ്ങളുടെയൊക്കെ വാദം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇടപെട്ട് കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. 2, സർവകലാശാല എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ്, ഞാൻ അവരുടെ വക്താവൊന്നുമല്ല. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും കോളേജുകളും അഫിലിയേഷനുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കനുസൃതമായിട്ട് സർവകലാശാല നടപടി സ്വീകരിക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ രൂപത്തിൽ നടപടി സ്വീകരിക്കേണ്ട ബാധ്യത അവിടെ വൈസ് ചാൻസലർക്കുണ്ട്, ചാൻസലർക്കുണ്ട്. മറ്റതെല്ലാം ഏകപക്ഷീയമായിട്ട് അവിടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അവിടുത്തെ ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും യൂണിവേഴ്സിറ്റി നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. ആരെങ്കിലും പുറത്തുനിന്ന് അത് ചെയ്യണം, നാളെ കോളേജ് അടച്ചുപൂട്ടണം, നാളെ കേരളത്തിലെ എല്ലാ കോളേജും അടച്ചുപൂട്ടണം. അതോ അതിന് പിന്നിൽ രാഷ്ട്രീയ തീരുമാനമാണോ എന്ന് സംശയിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ CPIM അംഗങ്ങൾ മുഴുവൻ പേരും ഈ നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം സർക്കാരിൻ്റെ പ്രതിനിധികളും 4 പേർ കൂടിച്ചേരുമ്പോൾ 12, CPIയുടെ പ്രതിനിധി അടക്കം 8 പേർ എതിർത്തും. ഇതാണ് സിൻഡിക്കേറ്റിലെ അവസ്ഥ. ആക്റ്റും സ്റ്റാറ്റ്യൂട്ടുമാണോ രാഷ്ട്രീയമാണോ ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിലുള്ള ഘടകം? ലോ അക്കാദമി മാനേജ്മെന്റിനെ സംരക്ഷിക്കുക എന്ന രാഷ്ട്രീയ ദൗത്യം CPIM ഏറ്റെടുത്തിട്ടുണ്ടോ? ലോ അക്കാദമി മാനേജ്മെന്റിനെ സംരക്ഷിക്കേണ്ട രാഷ്ട്രീയ ദൗത്യം എന്തിനാ CPM ഏറ്റെടുക്കേണ്ട കാര്യം എന്താ? എനിക്കത് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായിട്ട് സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷം വെച്ച് പ്രവർത്തിച്ചാൽ അതിനെ തടയാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം അവിടെ ഉണ്ട്. അവിടെ ഒരു വൈസ് ചാൻസലർ ഇല്ലേ? അങ്ങനെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി വോട്ടിട്ട് പാസ്സാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം ഇടപെടണ്ടേ? നിങ്ങൾ ഇന്ന നിയമപ്രകാരം നടപ്പിലാക്കുക, ഇതാണ് നിയമം, ഇതാണ് ആക്ട്, ഇതാണ് സ്റ്റാറ്റ്യൂട്ട്, ഈ സ്റ്റാറ്റ്യൂട്ട് പറയുന്ന കാര്യം നിങ്ങൾ നടപ്പിലാക്കുക. ഒരുപക്ഷെ അതിനു മുകളിലൊരു ചാൻസലർ ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇടപെടാറുണ്ട്. അങ്ങനെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും പിന്നെ ഓരോരുത്തർ പുറത്തു നിന്ന് പറയും, നാളെ പറയും കോളേജ് പൂട്ടണമെന്ന് പറയും, മറ്റന്നാൾ പറയും പ്രിൻസിപ്പളിനെ മാറ്റണമെന്ന് പറയും, മറ്റന്നാൾ പറയും കോളേജ് എല്ലാം പിരിച്ചു വിടണമെന്ന് പറയും, മറ്റത് അതിൻ്റെ അടുത്ത ദിവസം പറയും കുട്ടികളുടെ സ്ട്രെങ്ത് അതിനനുസരിച്ച് പോകാൻ പറ്റുമോ യൂണിവേഴ്സിറ്റിക്ക്, അതിനനുസരിച്ച് ഗവൺമെൻറ് പോകാൻ പറ്റുമോ?
അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. അതിങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതിലൊന്നും വേറെ കാര്യമൊന്നുമില്ല. ശരി, എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. തുടരുക ശ്രീ പി ബിജു. ഡീൻ കുര്യാക്കോസ്, എന്താണ് ലോ അക്കാദമി, ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ ആവശ്യം? പ്രിൻസിപ്പാളിനെ മാറ്റുക എന്നുള്ളതാണ്. പ്രിൻസിപ്പാളിനെ മാറ്റുക എന്നുള്ളത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സർവകലാശാലയെ അറിയിക്കുക എന്ന പ്രമേയം സർവകലാശാല സിൻഡിക്കേറ്റിൽ വരികയും അത് പാസ്സാകുകയും ചെയ്തു. പക്ഷേ അത് പാസ്സായ ഘട്ടത്തിൽ അതിന് കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയോ CPIയുടെ സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെയോ പിന്തുണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയമായി, കോൺഗ്രസും BJPയും CPIയും രാഷ്ട്രീയമായി നടത്തുന്ന സമരം എന്ത് ലക്ഷ്യം വെച്ചാണ്? അവിടെയുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഹരിക്കാനല്ല എന്നുള്ളത് വ്യക്തമാവുകയല്ലേ? അല്ല, ഇക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ള വാദഗതി അംഗീകരിക്കാനാവില്ല. കാരണം കേരളത്തിൽ സ്വാശ്രയ മാനേജ്മെന്റുകൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി പീഡനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ലോ അക്കാഡമി പ്രിൻസിപ്പൽ രാജിവെച്ചേ മതിയാകൂ. കാരണം അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ CPMനും കേരളത്തിലെ SFIക്കും മാത്രം ബോധ്യപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ വിധത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മറ്റുള്ള മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ഇവിടെ ഇപ്പോൾ CPIയുടെ പ്രതിനിധി, AYFന്റെ പ്രതിനിധി ഉൾപ്പെടെയുണ്ട്. അവർ ഭരണകക്ഷിയുടെ ഏറ്റവും പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഇക്കാര്യത്തിൽ ബോധ്യമുണ്ട്. കാരണം ഒരു വിശ്വാസ്യതയുമുള്ള ഒരു മാനേജ്മെന്റ് അല്ല ലോ അക്കാഡമി. എന്തുകൊണ്ടെന്നാൽ അവർ രാജിവെക്കാതെ ഇത്തരം പകരം സംവിധാനം ഏർപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പിൻവാതിലിലൂടെ അവർ തന്നെ വീണ്ടും രംഗപ്രവേശം ചെയ്യുമെന്നുള്ളത് മുൻകാലങ്ങളുടെ അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെ? നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കണമല്ലോ. രാഷ്ട്രീയമായോ വൈകാരികമായോ പരിശോധിച്ചാൽ പോരല്ലോ, വസ്തുതാപരമായി പരിശോധിക്കണം. പരീക്ഷ സംബന്ധിക്കുന്ന എല്ലാ ചുമതലകളിൽ നിന്നും 5 വർഷത്തേക്ക് ഈ ക്രമക്കേടുകളുടെ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്മി നായരെ ഡിബാർ ചെയ്തിരിക്കുന്നു. ഒപ്പം സർവകലാശാല എക്സാമിനേഷൻ ബോർഡിൽ നിന്ന് ഡോക്ടർ ലക്ഷ്മി നായരെ ഒഴിവാക്കിയിരിക്കുന്നു. മാനേജ്മെന്റിൽ നിന്ന് പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കണം, എത്രയും പെട്ടെന്ന് നിയമിച്ച് ആ വിവരം അറിയിക്കണം എന്ന് സർവകലാശാല ആവശ്യപ്പെടുന്നു. നിയമവിധേയമായി ഇതിനപ്പുറം എന്താണ് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ കൃത്യമായ ഒരു സൊല്യൂഷൻ നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ അത് ചെയ്യണമെന്ന് സർവകലാശാലയോട് ആവശ്യപ്പെടാമായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കത് പറഞ്ഞു തീരാനുള്ള സമയം അനുവദിക്കണം. അല്ലാതെ ഇടയ്ക്ക് ഇടപെട്ടാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്രമാത്രം ക്രമക്കേടുകൾ നടത്തി 11.48 ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഒരു കുടുംബത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ അഭിമാനമുള്ള, അന്തസ്സും അഭിമാനവുമുള്ള ഏതൊരു വ്യക്തിയും ഇത്രമാത്രം താങ്കൾ ഇവിടെ സൂചിപ്പിച്ച യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന്, പരീക്ഷാ രംഗത്ത് നിന്നും അല്ലെങ്കിൽ പരീക്ഷാ ബോർഡിൽ നിന്നും ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടൊക്കെയുള്ള തീരുമാനമുണ്ടായാൽ താങ്കൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും ഒരു സാധാരണ വ്യക്തി യോജിക്കും. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ച് അനുഭവിക്കുന്നത് ഉൾപ്പെടെ താങ്കളെ തടസ്സപ്പെടുത്തുകയല്ല. സർക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയം റവന്യൂ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. അതിൽ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. അതിനനുസൃതമായ തീരുമാനം വേണം. നമ്മൾ സർവകലാശാലയ്ക്ക് എന്ത് ചെയ്യാനാകും എന്നുള്ളതാണല്ലോ പരിശോധിക്കുന്നത്. ഭൂമിയുടെ വിഷയം സർവകലാശാല പരിശോധിക്കുന്ന, സർവകലാശാലയുടെ പർവ്വയിൽ വരുന്ന ഒന്നല്ല. സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൊല്യൂഷൻ എന്താണ് എന്ന് താങ്കളോ യൂത്ത് കോൺഗ്രസോ നിർദ്ദേശിക്കൂ. അല്ല, ഞാൻ പറയാൻ സമയം അനുവദിക്കൂ അഭിലാഷ്. അല്ലാത്തിടത്തോളം ഇത് കംപ്ലീറ്റ് ആവില്ല. അല്ല, സമയം തരൂ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവില്ലല്ലോ. അതായത് സർവകലാശാലയ്ക്ക് ഇത്തരുണത്തിൽ ചെയ്യാൻ കഴിയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസ്യത നഷ്ടപ്പെട്ട് അവർ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവരെ പിടിച്ചു തൂങ്ങുന്നത്. അല്ലാത്ത പക്ഷം ഒരുപക്ഷെ രാജിവെച്ച് പോകേണ്ട സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തി, അല്ലെങ്കിൽ പിൻ പോയിന്റിൽ നിർത്തി ഗവൺമെന്റിനെ കൊണ്ട് എന്താ പറയുക, മുഖ്യമന്ത്രിയെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെയും മുഴുവൻ സംവിധാനത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരാണ് ഭരണചക്രം തിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് 68 അനുസരിച്ച് ഈ കോളേജിന്റെ 1ാം വർഷ അഫിലിയേഷൻ, വരുന്ന വർഷത്തെ അഫിലിയേഷൻ റദ്ദ് ചെയ്യണം എന്നാണ് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. അതല്ലാതെ കോളേജിന്റെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന തരത്തിലല്ല അഫിലിയേഷൻ റദ്ദാക്കേണ്ടത്. അങ്ങനെ ഒരിക്കലും സാധിക്കുകയുമില്ല. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത ആ കോളേജിൽ ഇപ്പോൾ ഫീസ് അടച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സംരക്ഷണം ലഭിക്കും. വരുന്ന വർഷത്തേക്ക് അഫിലിയേഷൻ റദ്ദ് ചെയ്യപ്പെടാനുള്ള മുഴുവൻ സാഹചര്യങ്ങളും അവിടെ വന്നു കഴിഞ്ഞു. ഒന്ന്, അവിടെ അതിക്രൂരമായ വിദ്യാർത്ഥി പീഡനങ്ങൾ നടക്കുന്നു. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി
വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം കച്ചവടത്തിന് വേണ്ടി അവർ ഇത് വകമാറ്റിയിരിക്കുന്നു. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ മുൻപിലുണ്ട്. അപ്പോൾ ഈ സിൻഡിക്കേറ്റിന് ന്യായമായും തീരുമാനിക്കാം വരുന്ന വർഷത്തെ അഡ്മിഷൻ വേണ്ടെന്ന് വെക്കാനുള്ള എല്ലാ എതിർവാദമുണ്ട്. ഷെഡ്യൂൾ കുര്യാക്കോസ്, ഈ സിൻഡിക്കേറ്റ് യോഗം ഒരു സിൻഡിക്കേറ്റ് ചേർന്ന് അഫിലിയേഷൻ റദ്ദാക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ആ നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്യാം. അതിന് അഫിലിയേഷൻ കമ്മിറ്റി കൂടേണ്ടതുണ്ട്, കോളേജിന്റെ ഭാഗം കേൾക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഹിയറിംഗ് നടത്തി അഫിലിയേഷൻ റദ്ദാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ 68 അനുസരിച്ച് സർവകലാശാലയ്ക്ക് തീരുമാനിക്കാൻ ഞാൻ സമ്മതിച്ചു. പക്ഷേ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ എന്താണ്? സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ എന്താണ്? പ്രിൻസിപ്പലിന്റെ ദുർഭരണമാണ്. പ്രിൻസിപ്പൽ അക്കാദമിക്കും അക്കാദമിക്കുമായ കാര്യങ്ങളിൽ വിവേചനപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു, സ്വേച്ഛാധിപരമായി പെരുമാറുന്നു, പ്രിൻസിപ്പാളിന്റെ മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ 50 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ റദ്ദ് ചെയ്യുക എന്ന തീരുമാനത്തിലേക്ക് ഈ നടപടിക്രമങ്ങൾക്കൊക്കെ ഒടുവിൽ എത്തിച്ചേർന്നാൽ, സർവകലാശാല സിൻഡിക്കേറ്റ് എത്തിച്ചേർന്നാൽ എത്ര അനായാസമായി അതിനെ ലീഗലായി നിയമപരമായി ചലഞ്ച് ചെയ്യാൻ കഴിയും ആ കോളേജിന്? അപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ അല്ലല്ലോ വേണ്ടത്. സൊല്യൂഷൻ വേണമെങ്കിൽ ഇങ്ങനെയാണോ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക? അല്ല ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. അതായത് പ്രിൻസിപ്പലിന്റെ രാജി അങ്ങനെയെങ്കിൽ ഇത്രമാത്രം ശ്രമങ്ങൾ ഉണ്ടായിട്ടും ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല? അപ്പൊ ആ പ്രിൻസിപ്പലിനെ രാജിവെപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അവസരമായിരുന്നു സിൻഡിക്കേറ്റിന്റെ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചത് പ്രകാരമുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക വഴിയായി ഉണ്ടാവുക. ആ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നുവെങ്കിൽ 7 വേണ്ട ആ പ്രിൻസിപ്പൽ ആ കസേര ഒഴിഞ്ഞ് രാജിവെച്ച് പോയേനെ. കാരണം അവർക്ക് ആ കോളേജിന്റെ ഡയറക്ടർ ബോർഡ്, ഗവേണിംഗ് ബോഡി അത് നിയന്ത്രിക്കണമെങ്കിൽ ആ പ്രിൻസിപ്പലിന്റെ രാജി അനിവാര്യമായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഇടപെടാൻ ഗവൺമെന്റിനും കഴിഞ്ഞിട്ടില്ല, സിൻഡിക്കേറ്റിനും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ വിശ്വാസ്യതയെ പോലും ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു കോളേജിനെ തട്ടിപ്പും വെട്ടിപ്പുമായി ക്രമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതത് കാലഘട്ടങ്ങളിലെ സിൻഡിക്കേറ്റിന് അതിന്റെ ഉത്തരവാദിത്വം. ശരി, അത് വിശാലമായ വിഷയമാണ്, നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ള വിഷയമാണ്. ഞാൻ മടങ്ങിയെത്താം ഷെഡ്യൂൾ കുര്യാക്കോസ് താങ്കളിലേക്ക്. ശ്രീ NP ചെക്കുട്ടി, അതിശക്തമായ രാഷ്ട്രീയ സമരമായി ലോ അക്കാദമി, ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം മാറി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJP സമരം നടത്തുന്നു, കോൺഗ്രസ് സമരം നടത്തുന്നു, CPI സമരം നടത്തുന്നു എന്നുള്ള നിലയിലേക്ക് സർക്കാർ വിരുദ്ധ സമരമായി ഇതിന്റെ മുന കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ലോ അക്കാദമി, ലോ കോളേജിലെ പ്രിൻസിപ്പാളിനെ മാറ്റുക എന്ന പരിമിതമായ ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് ഈ സമരം പോകുന്നതായി തോന്നുന്നുണ്ടോ? അക്കാര്യത്തിൽ CPI എടുക്കുന്ന നിലപാട് എത്ര കാലം അവർക്ക് ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്ക് തോന്നുന്നത് ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് CPM-നെ ഏകപക്ഷീയമായിട്ട് കടന്നാക്രമിക്കാനുള്ള ഒരു സമീപനമായിട്ട് എടുക്കുന്നത് ശരിയല്ല. കാരണം വളരെയേറെ ഗൗരവമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് ഇൻവോൾവാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളും വിദ്യാർത്ഥികളുടെ സമരത്തിന് ആധാരമായ പ്രശ്നങ്ങളും ഈ കോളേജിനെ സംബന്ധിച്ചുള്ള നേരത്തെയുള്ള പരാതികളും രണ്ടായിട്ടാണ് കാണേണ്ടത്. കാരണം ഈ കോളേജിൻ്റെ കയ്യിൽ ഭൂമിയുണ്ട്, ഭൂമി അവർ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതിന് ആധാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാവുന്ന കാര്യങ്ങളാണത്. പക്ഷേ കോളേജിൻ്റെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തിയിട്ടുള്ളതാണ്. അത് അക്കാര്യത്തിൽ പൊതുവിൽ തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും തമ്മിൽ യോജിപ്പുള്ളതാണ്. പ്രിൻസിപ്പൽ ഏകപക്ഷീയം നടപടികൾ എടുത്തിട്ടുണ്ട്, ജാതി പീഡനം നടത്തിയിട്ടുണ്ട്, കുട്ടികളെ ഹരാസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യം. അതുപോലെ പരീക്ഷയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട്, തെറ്റായിട്ടുള്ള മാർക്കുകൾ, ഇന്റേണൽ മാർക്കുകളിൽ ഏകപക്ഷീയമായ നിലപാടുകൾ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ കച്ചവടം വർദ്ധിച്ചു വരികയാണ്. ഇതിന് 2 കൂട്ടരും ഉത്തരവാദികളാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം ഒരേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ കച്ചവടത്തിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് ഈ 2 കൂട്ടരും കാരണക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഈ കോളേജിൻ്റെ കാര്യത്തിലെങ്കിലും യോജിച്ച് നിന്നുകൊണ്ട് ശക്തമായിട്ട് നടപടികളിലേക്ക് നീങ്ങാനും കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സൊസൈറ്റിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് 2 കൂട്ടരും തയ്യാറാവേണ്ടത്. ഇപ്പോൾ പക്ഷേ ഇത് CPM-നെ ഏകപക്ഷീയമായിട്ട് കടന്നാക്രമിക്കാനുള്ള ഒരു സമീപനം ഉള്ളതായിട്ട് തോന്നാവുന്നതാണ്. അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
സർക്കാരിന് ഒരു കോളേജിനെയോ ഒരു പ്രിൻസിപ്പളിനോ ഏകപക്ഷീയമായിട്ട് അറ്റാക്ക് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഒരു സ്ഥാപനത്തെയും, സ്വകാര്യ മേഖലയിലെ ഒരു സ്ഥാപനത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. സ്വകാര്യ മേഖലയിൽ സ്ഥാപനങ്ങൾ ഉള്ള കാലത്തോളം, സ്വകാര്യ മേഖലയിൽ സ്ഥാപനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്ന കാലത്തോളം അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അപ്പോൾ അത് CPM-ന്റെ നേരെയുള്ള ഒരു കടന്നാക്രമണമായിട്ട് മാറ്റാതെ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സമരമായിട്ട് രണ്ട് കൂട്ടരും ഒന്നിച്ചു പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ SFI നേരത്തെ പെട്ടെന്ന് സമരത്തിൽ പിൻവലിച്ചത് വലിയ ഒരു തന്ത്രപരമായിട്ടുള്ള പരാജയമാണ്. SFIയെ പോലുള്ള പ്രസ്ഥാനം ആ ഒരു ഏകപക്ഷീയമായ പിൻവാങ്ങൽ നടത്താൻ പാടില്ലാത്തതായിരുന്നു. ശരി, ശ്രീ സജിലാൽ, ഇതിൽ AIYF-ന്റെയും AISF-ന്റെയും CPI-യുടെയും ഒക്കെ നിലപാടിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? അത് സതുദ്ദേശപരമായ വിദ്യാർത്ഥി താല്പര്യം മാത്രമാണോ? വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഈ വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോട് ഏറ്റവും പരുഷമായ നിലപാട് സ്വീകരിച്ചത് AISF-ന്റെ പ്രതിനിധികളായിരുന്നു. അത്ര രൂക്ഷമായ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഭരിക്കുമ്പോൾ എന്തിന് ഇടത് വിദ്യാർത്ഥി സംഘടനയിൽ നിന്നുണ്ടാകണം? വിദ്യാഭ്യാസ മന്ത്രി അത്രമേൽ മാനേജ്മെന്റ് പക്ഷപാതിയായി എന്ന് തോന്നാൻ എന്ത് കാര്യം അവിടെ ഉണ്ടായി? ആ ചർച്ച പരാജയപ്പെടണം എന്ന നിർബന്ധ ബുദ്ധി ഏത് തരത്തിൽ വരുന്നു? ഇന്ന് SRCP-യുടെ സർക്കാരിനെ കുറിച്ച്, SRCP-യുടെ ഭരണത്തിൻ്റെ തുടർച്ചയാണ് പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് ജനയുഗത്തിന് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ പോലും ഉന്നയിക്കാൻ മടി കാണിക്കുന്ന തരത്തിലുള്ള കടുത്ത വിമർശനം, കടുത്ത രാഷ്ട്രീയ വിമർശനം ഈ വിഷയത്തിൽ മുഖ്യഭരണ കക്ഷിയോട് പുലർത്തുക എന്നുള്ള രാഷ്ട്രീയ ലൈനിൻ്റെ പിന്നിലെന്താണ്? ഇതിനകത്ത് ആദ്യം മുതൽ വിദ്യാർത്ഥികളുടെ പക്ഷം ചേർന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരത്തിന് ഒത്തുതീർപ്പാകണം അല്ലെങ്കിൽ പരിഹാരം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് AIYF-ഉം സമരരംഗത്തുണ്ട്. സ്വാഭാവികമായി ഈ സമരം വിദ്യാർത്ഥികൾ ലാ അക്കാദമി, ലാ കോളേജിൽ ആരംഭിച്ച സമരം കേരളത്തിലെ പൊതുസമൂഹം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് വലിയ ഒരു വിദ്യാർത്ഥി സമരമായി മാറിയിരിക്കുകയാണ്. സ്വാഭാവികമായും കേരളത്തിൽ ചിന്തിക്കുന്ന ജനങ്ങൾ, ഇതിനെ ശരിയായ വിധത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികളിൽ 100% യാഥാർത്ഥ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടുള്ള സമിതികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളീയ പൊതുസമൂഹം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ സജിലാൽ, അതിൽ സർക്കാരോ യൂണിവേഴ്സിറ്റിയോ ഇടപെടുന്നില്ല എങ്കിൽ ആ രോഷത്തിന് കാരണമുണ്ട്. സർക്കാരോ യൂണിവേഴ്സിറ്റിയോ ഇടപെട്ടതിൽ എവിടെയാണ് പോരായ്മ എന്ന് വസ്തുതാപരമായി പറയാനെങ്കിൽ ഈ സംഘടനകൾ തയ്യാറാകണം. സർവകലാശാല സിൻഡിക്കേറ്റിന് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്തില്ല. സർക്കാരിന് ഇത് ചെയ്യുവാൻ കഴിയുമായിരുന്നു, ചെയ്തില്ല. അങ്ങനെ വസ്തുതാപരമായി പറയൂ, എന്ത് ചെയ്തില്ല എന്ന് പറയൂ സർക്കാരും സർവകലാശാലയും. സമരം ഇന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? കേരളത്തിലെ മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിക്കുന്ന പെൺകുട്ടികളടക്കമുള്ള ആളുകൾ ആ ക്യാമ്പസിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ സമരം ഇത്രയും സങ്കീർണമാകുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ നിരവധിയായിട്ടുള്ള വഴികളുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ വളരെ താമസിച്ചാണ് യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമായി ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ മാനേജ്മെൻറ്റ് തന്നെ ചർച്ചയ്ക്ക് വന്നപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ് സ്വീകരിച്ചത്? അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഏകപക്ഷീയമായി ചില ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നു. അല്ല, അതൊന്നും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യം പ്രിൻസിപ്പാളിന്റെ രാജി, കൂടുതൽ അവസരം ഉണ്ടായിരുന്നു, അന്നേരം ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. സർക്കാരിനോ സർവകലാശാലയ്ക്കോ ചെയ്യുവാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതേതാണ്? വേറൊന്നും കൊണ്ടല്ല, അത് ചെയ്യാൻ സർക്കാരിനെയോ സർവകലാശാലയോ നമുക്ക് നിർബന്ധിക്കാമല്ലോ. ഇന്നത് നിങ്ങൾ ചെയ്യണമായിരുന്നു, ചെയ്തില്ല എന്ന് പറയാമല്ലോ. തീർച്ചയായും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്ത യോഗം വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ദീർഘനേരം ചർച്ച ചെയ്ത് ആ ചർച്ച ഒന്നുമാകാതെ പിരിയുന്ന സാഹചര്യമുണ്ടായി. എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർജവത്തോടു കൂടി ഒരു തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ രാജിവെക്കണം, പ്രിൻസിപ്പാൾ രാജിവെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമായിരുന്നു. എന്നാൽ
ആ ചർച്ചയെ വഴിമാറ്റിക്കൊണ്ട് ഒരുപക്ഷെ SFIയുമായി മാനേജ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളിൽ നിന്ന് ഒരെണ്ണം പോലും മാറാൻ പാടില്ല. അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ രാജി ഉണ്ടാകുവാൻ പാടില്ല എന്ന് ചില ആളുകൾ അത്തരത്തിൽ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ കഴിഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടാകുന്നത്. അതാണ് ആരോപണം. കേരളത്തിലെ SFIയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറിൽ പറഞ്ഞതിനപ്പുറത്ത് ഇനി ഒന്നും ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ SFIക്ക് അത് വലിയ മാനക്കേടാകും എന്ന അർത്ഥത്തിലുള്ള സമീപനമാണോ ഇക്കാര്യത്തിൽ സർക്കാരും CPIMന് ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റും തീരുമാനിക്കുന്നത്? രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇവിടെ വന്ന ചർച്ചയ്ക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം നൽകണം. ഒന്ന്, ഇടതുപക്ഷ ഗവൺമെൻറ് എപ്പോഴൊക്കെ ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഈ തരത്തിലുള്ള നീക്കം CPMനെ ദുർബലപ്പെടുത്താൻ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ, ജനങ്ങളുടെ ഇടയിൽ സംശയം സൃഷ്ടിക്കാൻ തെറ്റായ പ്രചാരവേല സംഘടിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. അതിനെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാനും ഈ ഗവൺമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി ഇവരുടെ ആരുടെയും സഹായം വേണ്ട, അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളാണ്. അവരെ ഇൻ്റേണൽ അസസ്മെൻറ്റിൽ കുഴപ്പങ്ങളുണ്ട്, അതിൽ പാളിച്ചയുണ്ട്. അവരെ ഹോസ്റ്റൽ മാന്യമായി ഇടപെടാൻ സമ്മതിക്കുന്നില്ല, അവിടെ മോശമായി പെരുമാറുന്നു. പ്രിൻസിപ്പൽ അവരോട് വ്യക്തിപരമായി മോശമായി പെരുമാറുന്നു. അവർ അക്കാഡമിക് താല്പര്യം വെച്ചുകൊണ്ടല്ല പ്രിൻസിപ്പളോട് ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവിടെ വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. സ്വാഭാവികമായി അത് ജെന്യൂനായിട്ട് കേരളീയ പൊതുസമൂഹത്തിന് തോന്നി, നമുക്കെല്ലാവർക്കും തോന്നിയ കാര്യമാണ്. ആ കുട്ടികൾ പറയുന്ന കാര്യങ്ങളിൽ ചില വിശ്വാസ്യതയുണ്ട്, അത് ശരിയുമാണെന്ന് തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത്. ആ പരിശോധന നടക്കുമ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പ്രിൻസിപ്പൾ പറയുകയാണ്, അവർ മാനേജ്മെൻറ്റ് പറയുകയാണ് അവർ 5 വർഷത്തേക്ക് ലീവ് എടുത്തു പോയി, ഇവർ പറയുന്നു അവരെ രാജിവെപ്പിക്കണം. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഉന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങളെല്ലാം മറുപടി പറയാൻ പറ്റുമോ? അതിനനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുമോ? അതിനനുസരിച്ച് യൂണിവേഴ്സിറ്റിക്ക് പോകാൻ പറ്റുമോ? അതിനനുസരിച്ച് ഗവൺമെൻറ് പോകാൻ പറ്റുമോ? 5 വർഷത്തേക്ക് ഒരു പ്രിൻസിപ്പൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് പറയുകയാണ് ഞങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയാണ് അവർ പോയി രാജിവെക്കണം. 2, ഇന്റേണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ, കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിക്കുകയാണ്, VC-മാരുടെ യോഗം വിളിക്കുന്നു. എന്തുകൊണ്ട് അവർ ഇവർക്ക് വിദ്യാർത്ഥി താല്പര്യമാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പറഞ്ഞുകൂടാ? കേരളത്തിലെ സ്വകാര്യ കോളേജുകളിൽ, കേരളത്തിലെ എയ്ഡഡ് കോളേജുകളിൽ ഇതുപോലെ ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായി വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു, അത് സുതാര്യമാക്കണം, അതിനാവശ്യമായിട്ടുള്ള നിയമം വരണം, അതിനാവശ്യമായ നിലപാട് സ്വീകരിക്കണം. അതല്ലേ ഇവർ വെക്കേണ്ട മുദ്രാവാക്യം? ഇവരെന്താ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ ഏതെങ്കിലും മുദ്രാവാക്യം ആരെങ്കിലും വെക്കുക, ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് പോകണമെന്ന് വാശി പിടിക്കുക, ആ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സർവകലാശാല പോകണമെന്ന് വാശി പിടിക്കുക, മറ്റു രൂപത്തിലേക്ക് അതിനെ ചിത്രീകരിക്കുക, കാള പറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കുക, മറ്റു രൂപത്തിലേക്ക് അതിനെ ചിത്രീകരിക്കാൻ ഇട നൽകുന്നത് എന്താണ്? ശ്രീ പി ബിജു, ഇവിടെ പൊതുഭൂമിയിലാണ് ആ കലാലയം, അതായത് പൊതുഭൂമി പതിച്ചു കൊടുത്ത സ്ഥലത്താണ് ആ കലാലയം പ്രവർത്തിക്കുന്നത്. ആ കലാലയത്തിന്റെ ഭൂമി സംബന്ധിച്ച പരിശോധന വേണമെന്നാവശ്യപ്പെട്ടത് മറ്റാരുമല്ല, VS അച്യുതാനന്ദനാണ്. അദ്ദേഹം രേഖാമൂലം പരാതി നൽകി. ആ പരാതി പരിശോധിക്കാനാണ് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർദ്ദേശം നൽകിയത്. അങ്ങനെ മന്ത്രിയുടെ നിർദ്ദേശാനുസൃതം ആ പരിശോധന മുന്നോട്ട് പോകുകയാണ്. അങ്ങനെ ആ ഭൂമി സംബന്ധിച്ച് ഒരു പരിശോധന നടക്കുന്നതിൽ എന്താണ് CPIMന് പ്രശ്നം? ഇന്ന് EP ജയരാജൻ ഉന്നയിച്ച കാതലായ വിമർശനം എന്താണ് എന്ന് നോക്കൂ. ഓരോ മന്ത്രിയും അവരവരുടേതായ രീതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ എന്ത് ചെയ്യും? അങ്ങനെ ഓരോ മന്ത്രിക്കും പരാതി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ കുറെ കൂടി പക്വത വേണമെന്ന് EP ജയരാജൻ പറയുകയാണ്. അതായത് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് മുൻപിൽ വന്ന പരാതി അനുസരിച്ച് ആ പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കാൻ ഉത്തരവിട്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല CPIMന്. എന്താണ് കാരണം? ലോ അക്കാദമിയുടെ ഭൂമി സംബന്ധിച്ച പരിശോധന നടക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളല്ലോ, ഇത് തെറ്റായ ആക്ഷേപങ്ങൾ പ്രചരിപ്പിക്കുകയില്ല. ആരെ അവർക്ക് ഭൂമി കൊടുത്തത്? CPM ആണോ? ആരെ അവർക്ക് പതിച്ചു നൽകിയ CPM? ഇതൊക്കെ ചെയ്തവരാണ് ഇപ്പോൾ പറയുന്നത്. ആരുടെ ഭൂമിയാണിത്? ഇത് ആരുടെ ഭൂമിയാണ്? ഇത് ആരുടെ ഭൂമിയാണ്? ഇത് കൃഷി വകുപ്പിന്റെ ഭൂമിയല്ലേ? ഇത് കൃഷി വകുപ്പിന്റെ ഭൂമിയല്ലേ? കൃഷി വകുപ്പല്ലേ കൈമാറിയത്? ഇത് ഇപ്പോൾ ഉണ്ടായ പ്രശ്നമാണോ? എത്ര വർഷമായിട്ടുണ്ട് ഈ പ്രശ്നം? ഇവരൊക്കെ ഇപ്പോഴല്ലേ അറിഞ്ഞോളൂ. ഈ ഒരു സമരം വരിക, സമരത്തിന്റെ ഭാഗമായി കുട്ടികൾ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തുക, ആ മുദ്രാവാക്യം പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കാതെ പൊതുസമൂഹത്തിന് താല്പര്യമില്ല. ആയിക്കൊള്ളട്ടെ, ശ്രീ പി ബിജു സമ്മതിച്ചു. ഇത് കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ മുൻകൈയെടുത്ത് പതിച്ചു കൊടുത്ത പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്. ആ പാട്ടത്തിന് കൊടുത്ത ഭൂമി പതിച്ചു കൊടുത്തത് K കരുണാകരൻ ആണ്. സമ്മതിച്ചു. അതിൻ്റെ നിജസ്ഥിതി, അതായത് അന്ന് പറഞ്ഞ കാര്യങ്ങൾക്കനുസൃതമായാണോ ഇപ്പോൾ ആ ഭൂവിനിയോഗം എന്ന് പരിശോധിക്കപ്പെടുന്നത് എന്തുകൊണ്ട് നിങ്ങളെ അലോസരപ്പെടുത്തുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. അതിനെന്താണ് പ്രശ്നം? ആരെങ്കിലും അത് തടസ്സപ്പെടുത്തിയോ?
ആരാ തടസ്സപ്പെടുത്തിയത്? ഇവർ ഇല്ലാത്ത വാദങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ. ഇന്നലെ വന്ന വാർത്ത എന്താ? കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ് വാർത്ത കൊടുക്കുന്നത്. ഇപ്പം എന്നാ ഇത് ഭൂമി കൈമാറിയത് ഈ ട്രസ്റ്റിന്? ഈ ലോ അക്കാഡമി, ലോ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി ലോ അക്കാഡമിക്ക് എന്നാ ഭൂമി കൈമാറിയത്? അതിനുശേഷം ഓരോ ഘട്ടത്തിലും കൃഷി വകുപ്പ് ആരാ കൈകാര്യം ചെയ്യുന്ന? ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു ചർച്ച വന്നിട്ടുണ്ടോ? ട്രസ്റ്റ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ട്രസ്റ്റ് മാറ്റിയത് നിയമപരമാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? കൃഷി വകുപ്പിൻ്റെ ഭൂമി തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കേണ്ട ആർക്കാണ്? ഇത് കോൺഗ്രസ് ഭൂമി പതിച്ചു നൽകുക അല്ലെങ്കിൽ വിറ്റ് നൽകുക, എന്നിട്ട് ഇല്ലാത്ത മുദ്രാവാക്യം ഇതിൽ പ്രശ്നം അതല്ല ശ്രീ പി ബിജു. ശരി, CPI ആദ്യം ഭൂമി പാട്ടത്തിന് കൊടുത്തു, കോൺഗ്രസ് അത് പതിച്ചു കൊടുത്തു എന്നുള്ള ആക്ഷേപം അവിടെ നിൽക്കട്ടെ, ശരിയാണ്. പക്ഷെ ഇപ്പോൾ എന്താണ് നില എന്ന് പരിശോധിക്കാമല്ലോ. 1985 ആ ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ അത് വളരെ തുച്ഛമായ തുകയ്ക്ക്, സെന്റിന് 250 രൂപയ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. പിണറായി വിജയൻ പറയുന്നത് പോലെ മാർക്കറ്റ് വിലയ്ക്കല്ല. അങ്ങനെ ആ ഭൂമി പതിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായ വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഏത് ആവശ്യത്തിനാണോ ഈ ഭൂമി നൽകുന്നത്, ആ ആവശ്യത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഈ ഭൂമി സംബന്ധിച്ച് തീരുമാനമെടുക്കാം, തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന വ്യക്തമായ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ഭൂമി സംബന്ധിച്ച പരിശോധന സംഗതമാണ്. പക്ഷേ ഇന്നലെ DYFIയുടെ പൊതുസമ്മേളന നഗരിയിലെ പ്രസംഗത്തിലും പിണറായി വിജയൻ ഇത് സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയാണ്, മാർക്കറ്റ് വിലയ്ക്ക് കൊടുത്ത ഭൂമിയാണ്, ഇക്കാര്യം അതായത് തിരിച്ചു പിടിക്കുന്നത് അസംഗതമാണ്, അസംഭവ്യമാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാവുന്നില്ല. ആണ് രതീഷ പ്രശ്നം. മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ച കാര്യം ഞാൻ മുഴുവൻ കേട്ടതാണ്. ഇത് എന്താ പറയുന്നത്, കേരളം രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എടുത്തു വെച്ച് പിടിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഇതെന്താ പ്രശ്നം? 68-ലോ 69-ലോ ആണ് ഈ ഒരു ട്രസ്റ്റിന് കോളേജ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭൂമി നൽകുന്നത്. ഭൂമി പാട്ടം നൽകുന്നു, 3 വർഷം നൽകുന്നു, പിന്നെ 30 വർഷം നൽകുന്നു. സമാനമായി കേരളത്തിൽ ഒരുപാട് പേർക്ക് നൽകിയിട്ടുണ്ട്. SN നൽകിയിട്ടുണ്ട്, NSS നൽകിയിട്ടുണ്ട്, ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനനുസരിച്ച് ഭൂമി നൽകിയിട്ടുണ്ട്. കോളേജ് അതിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവരെല്ലാം അതിനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. സ്വകാര്യം, പൂർണ്ണമായും സ്വകാര്യം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ, അത് ഈ ലോ അക്കാദമിയാണ്. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഭൂമി സംബന്ധിച്ച ഒരു പരാതി വന്നിരിക്കുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് അത് പരിശോധിക്കാൻ ഉത്തരവിടുന്നു. ആ പരിശോധന നടക്കുന്നു. ആ പരിശോധന നടത്തുമ്പോൾ CPIMന്റെ സമുന്നതനായ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുന്നു, മന്ത്രിമാർ പക്വത കാട്ടണം, അങ്ങനെ കിട്ടുന്ന പരാതിയൊക്കെ സ്വന്തം നിലയ്ക്ക് അന്വേഷണത്തിന് ഉത്തരവിടാനുള്ളതല്ല എന്ന്. എന്തടിസ്ഥാനത്തിൽ? അന്വേഷണം നടക്കുന്നതുകൊണ്ട്, പരിശോധന നടക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? അതിന്റെ പ്രശ്നം എന്താ? വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഓരോ പ്രചാരവേല സംഘടിപ്പിക്കുക. നിങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ വാർത്തകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ചാമ്പ്യൻ ആവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രചാരവേല സംഘടിപ്പിച്ചാൽ ആ പ്രചാരവേലയ്ക്ക് ഒപ്പം കൂടെ നിൽക്കണമെന്നാണോ? നിലവിൽ ഭൂമി പതിച്ചു നൽകിയത് കോൺഗ്രസ് ആണല്ലോ, പതിച്ചു നൽകിയിട്ടുണ്ടല്ലോ, വില നൽകി ആണല്ലോ പതിച്ചു നൽകിയത്. അതിനെ സംബന്ധിച്ച് പരാതി ഉണ്ടെങ്കിൽ അവരൊക്കെ പരിശോധിച്ചാൽ പോരെ? അതെ, വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ എന്താണ് പ്രശ്നമുള്ളൂ പി ബിജു. അക്കാര്യത്തിൽ എന്താണ് മറച്ചു വെക്കാനോ മൂടി വെക്കാനോ ഉള്ളതെന്ന് എനിക്കറിയുന്നില്ല. ശ്രീ ഡീൻ കുര്യാക്കോസ്, കെ കരുണാകരൻ സർക്കാരിന്റെ കാലത്താണ് ഈ ഭൂമി പതിച്ചു നൽകുന്നത്. MN ഗോവിന്ദൻ നായർ ഭൂമി കൊടുക്കുന്ന വേളയിൽ, പാട്ടത്തിന് കൊടുക്കുന്ന വേളയിലാണ് ഗവർണർ, ചീഫ് പേട്രൺ, മുഖ്യമന്ത്രി, മന്ത്രിമാരും പേട്രന്മാർ, ഹൈക്കോടതി ജഡ്ജി അടക്കമുള്ള ആളുകൾ അംഗങ്ങളായുള്ള ട്രസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. 85-ൽ PJ ജോസഫും കെ കരുണാകരനും അടങ്ങുന്ന മന്ത്രിസഭ ഈ ഭൂമി പതിച്ചു നൽകുന്ന വേളയിൽ ഈ ട്രസ്റ്റിൻ്റെ ഘടന എന്താണ് എന്ന് അന്വേഷിച്ചിരുന്നില്ലല്ലോ. ഈ ട്രസ്റ്റിൽ ഈ പറയുന്നത് മാതിരി പേട്രണും ചീഫ് പേട്രണും ഒക്കെ ആരാണ് എന്ന് അന്വേഷിച്ചിരുന്നില്ലല്ലോ. ഈ ട്രസ്റ്റ് ആരൊക്കെ ഉൾക്കൊള്ളുന്നതാണ് എന്ന് അന്വേഷിച്ചിരുന്നില്ലല്ലോ. ശരിയാണ്, അന്നൊരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ എത്രത്തോളം ഈ ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് പര്യാപ്തമാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുമാണ്. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സമരം വരുമ്പോൾ മാത്രം അയ്യോ പൊതുഭൂമി എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമി പതിച്ചു കൊടുത്ത വിഷയത്തിൽ ആർക്കാണ് ഉത്തരവാദിത്തം? അല്ല, ഈ വിഷയം രണ്ടും രണ്ടായി തന്നെ കണ്ടുകൊള്ളട്ടെ. അതിനകത്ത് യാതൊരു വിരോധവുമില്ല. പ്രിൻസിപ്പലിന്റെ രാജി ഉണ്ടാകാതിരിക്കുകയും
പ്രിൻസിപ്പൽ രാജിവെക്കാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് എല്ലാ സംരക്ഷണം ചെയ്തു കൊടുക്കുകയും ചെയ്ത വേളയിലാണ് ഭൂമി പ്രശ്നമൊക്കെ ഉയർന്നു വന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അനധികൃതമായി ക്രമവിരുദ്ധമായി എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് അവർ ഭൂമി കൈവശം വെച്ചിട്ടുള്ളത് എന്ന് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കരുത് എന്ന് പറയുന്ന വാശിയെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ മുഴുനീളം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള താങ്കളുടെ ചോദ്യത്തിനാണ് ബിജു ഉത്തരം പറയാതെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ സംശയം വേണ്ടല്ലോ, എന്താണ് CPM ഇക്കാര്യത്തിൽ ഒളിച്ചു വെക്കാനുള്ളത്? ഇവിടെ സ്വാശ്രയ കോളേജിൽ മനുഷ്യത്വരഹിതമായി ഒരുപാട് പരാതികൾ ഉണ്ടാകുമ്പോൾ മറ്റക്കര ടോംസ് കോളേജിന്റെ പ്രശ്നം വരുമ്പോൾ മുഖ്യമന്ത്രി വാചാലനാകുന്നു. നെഹ്റു പാമ്പാടി കോളേജിനെ സംബന്ധിച്ച് പ്രശ്നം വരുമ്പോൾ മുഖ്യമന്ത്രി വാചാലനാകുന്നു. ഒരേ വേദിയിൽ സ്വാശ്രയ കോളേജുകളുടെ പേരുകൾ പരാമർശിക്കുമ്പോൾ മറ്റു കോളേജുകളുടെ പേര് പറയുമ്പോൾ ലോ അക്കാഡമിയിൽ നടന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെ സംബന്ധിച്ച് അദ്ദേഹം മനഃപൂർവ്വം മൗനം പാലിക്കുന്നു. അദ്ദേഹം ഒരു മറുപടിയും പറയുന്നില്ല. ഒന്ന്. രണ്ടാമതായി പത്രപ്രവർത്തകർ അദ്ദേഹത്തെ നിർദ്ദേശിക്കും, അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ വളരെ വളരെ കൃത്യമായി ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറാനാവാത്ത വേളയിൽ അദ്ദേഹം പറയുന്നു, ഏതോ ഒരു പിള്ള PS നടരാജപിള്ള സ്വാതന്ത്ര്യ സമര സേനാനി, ഞാൻ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല, അദ്ദേഹത്തെ പോലെ എന്ന് വെച്ചാൽ കേരളീയ സമൂഹം ഏറ്റവും അധികം ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ജനാധിപത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം രാജഭരണകാലത്ത് സംഭവിച്ചതായ ഭൂമി പിടിച്ചെടുക്കലുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ ഗവൺമെന്റിന്റെ കയ്യിൽ വന്നു ചേർന്ന ഭൂമിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ചൂണ്ടിക്കാണിക്കൽ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഏവരെയും ഞെട്ടിക്കുന്ന വിധത്തിൽ, ആ കുടുംബത്തെ തന്നെ അവമാനിക്കുന്ന വിധത്തിലുണ്ടാകും. അപ്പോൾ ഇദ്ദേഹം ഇത് ആരെ സംരക്ഷിക്കാൻ? അവിടെയാണ് കോളിയക്കോട് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, അദ്ദേഹമാണ് നാരായണൻ നായർ സാറുടെ അനുജൻ, അദ്ദേഹമാണ് ഡയറക്ടർ ബോർഡിൽ ഉള്ളത്, പറയുന്ന നാഗരാജ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം സർക്കാർ അഭിഭാഷകനാണ്. ഒരു സ്വാധീനം കോളിയക്കോടിനുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ശ്രീ ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ NP ചെക്കുട്ടി, CPIM-നെ ആക്രമിക്കാനുള്ള വടിയായി ഈ കാര്യങ്ങളെ കൊണ്ടുകൊടുക്കുന്നത് ആരാണ് എന്ന പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായും അവിടുത്തെ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രശ്നം വിദ്യാർത്ഥികളുടെ പ്രശ്നമായി പരിഗണിക്കുകയും ആ പ്രശ്നത്തിന് ഇതിനോടകം തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടതാണ്. അക്കാര്യത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇപ്പോൾ കാണിക്കുന്ന മുഷ്ക് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന ആവശ്യമാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഇതിനോട് ചേർന്ന് കിടക്കുന്ന രണ്ടാമത്തെ വിഷയമായ ഭൂമിക്കാര്യത്തിൽ മുഖ്യ ഭരണകക്ഷിക്ക് വല്ലാത്ത താല്പര്യമുള്ളതായി തോന്നുന്നില്ലേ? ഈ സർക്കാരിൻ്റെ തന്നെ പരിശോധനയെ, ഈ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ച പരിശോധനയെ തന്നെ വിശ്വാസത്തിലെടുക്കാനോ അത് വേണ്ട ഒന്നാണെന്ന് പറയാനോ മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കും കഴിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ വിഷയത്തെ ആ ടൈപ്പിൽ CPM എന്തോ ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നുണ്ട്, ഈ കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ എന്തോ CPM-ന് എന്തോ താല്പര്യമുണ്ട് എന്ന മട്ടിൽ പറയാവുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത്. ഞാൻ തുറന്നു പറയാം, എനിക്ക് ഈ കേസിൽ രണ്ട് കൂട്ടരുമായിട്ട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ലീഡർഷിപ്പിന് കേരളത്തിലുള്ള പല സ്ഥലത്തും പലർക്കും ഭൂമി കൊടുത്തിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ കേസിൽ സംഗതി ശരിയാണ്. നാരായണൻ നായരായാലും ശരി, ഇപ്പോൾ കോലിയക്കോട് കൃഷ്ണൻ നായരും ശരി, ലക്ഷ്മി നായരായാലും ശരി, അവർക്കൊക്കെ തന്നെ CPM-ന്റെ പലതരത്തിലുള്ള നേതാക്കളുമായിട്ട് പലതരം ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇവരൊക്കെ തന്നെ, ഈ പാർട്ടി മാത്രമല്ല മറ്റു പല പാർട്ടികളും നാരായണൻ നായരുടെ കയ്യിൽ നിന്ന് സീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ തങ്ങളുടെ മക്കളെയും കുടുംബക്കാരെയും നേതാക്കളെയും ഒക്കെ തന്നെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പല ആളുകളും അവിടെ പഠിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ അങ്ങനെയുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഭൂമിയുടെ കേസിൽ ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന സർക്കാർ കൊടുത്ത ഭൂമിയല്ല, ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന സർക്കാരോ അവരുടെ പാർട്ടിയോ ഭരിക്കുന്ന കാലത്ത് കൊടുത്ത ഭൂമിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഴയ കാലത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിശോധിച്ചുകൊണ്ട് തീർക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളും ഇതും തമ്മിൽ ക്ലബ്ബ് ചെയ്യാതെ ഇത് ഭൂമിയുടെ വിഷയം വേറെ തന്നെയായിട്ട് കാണുകയും അതിനെ രാഷ്ട്രീയമായിട്ട് കാണാതെ അതൊരു CPM പോലെയുള്ള ഒരു പാർട്ടിയെ അടിക്കാനുള്ള വടിയായിട്ട് ഉപയോഗിക്കാതെ കേരളത്തിൻ്റെ പൊതുഭൂമി നഷ്ടപ്പെട്ടത് എവിടെയാണെങ്കിലും ശരി, അത് മൂന്നാറാണെങ്കിലും ശരി, ഇവിടെ പിന്നെ കോളിയക്കോടിൻ്റെ സ്ഥലത്താണെങ്കിലും ശരി, വേറെ എവിടെയാണെങ്കിലും ശരി, അത് പരിശോധിച്ച് പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം. അത് രാഷ്ട്രീയമായിട്ട് കാണരുത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്നുള്ള പ്രശ്നം കുട്ടികൾ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ്. ഇന്നുള്ള പ്രശ്നം ഈ ലോ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വളരെ ഗൗരവമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതാണ്. അങ്ങനെ നിൽക്കുന്നതിന് പകരം പലപ്പോഴും ഇത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് വഴി, ഒരു പ്രത്യേക പാർട്ടി അടിക്കാനുള്ള വടിയാക്കുന്നത് വഴി പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഈ സ്വകാര്യ മാനേജ്മെന്റിന്റെ താല്പര്യങ്ങളെ പ്രൊമോട്ട്
വോട്ട് ചെയ്യുകയാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് SFI ഈ സമരത്തിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണ് പിരിഞ്ഞു പോയത് ശരിയായില്ല എന്നുള്ള താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ആർ സജിലാൽ, അഡ്വക്കേറ്റ് ആർ സജിലാൽ, എന്താണ് ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച വിഷയത്തിന് ഇപ്പോൾ സർക്കാരും യൂണിവേഴ്സിറ്റിയും ചെയ്തതല്ലാതെയുള്ള പരിഹാര മാർഗം എന്ന് ഞാൻ ചോദിച്ചിട്ട് സമരം ചെയ്യുന്ന ഒരു യുവജന സംഘടനയ്ക്കും വിദ്യാർത്ഥി സംഘടനയ്ക്കും അതിന് മറുപടി ഉണ്ടായില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാനില്ല. പോകട്ടെ, രാഷ്ട്രീയമായ ധാർമ്മികത എന്നുള്ളതുണ്ടല്ലോ. ഇന്നിപ്പോൾ CPIയുടെ മുഖപത്രം സർ CP-യുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് അതിരൂക്ഷമായ ഭാഷയിൽ, പ്രയോഗങ്ങളിൽ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രം വസ്തുതാപരമായി ഓർക്കണ്ടേ? 67-ൽ സപ്തകക്ഷി മുന്നണി ഭരണ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് വിദേശത്ത് പോയ ഘട്ടത്തിൽ അന്ന് മന്ത്രിസഭാ ചുമതലയുണ്ടായിരുന്ന അധ്യക്ഷനായിരുന്ന MN ഗോവിന്ദൻ നായരാണ് ഈ ഭൂമി സംബന്ധിച്ച ആദ്യത്തെ തീരുമാനമെടുക്കുന്നത്. അതിന് അദ്ദേഹം നിശിതമായ വിമർശനത്തിന് വിധേയമായത് നിയമസഭാ രേഖകളിലുണ്ട്. അന്ന് NI ദേവസക്കുട്ടി രൂക്ഷമായ ചോദ്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ് തടി തപ്പി പോവുകയും ചെയ്തതാണ്. ലോ അക്കാദമിക്ക് ഭൂമി കൊടുത്തതിൻ്റെ പിതൃത്വം CPI ആരാധിക്കുന്ന നേതാവായ MN ഗോവിന്ദൻ നായർക്കാണ്. CPIക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുകയില്ല. അങ്ങനെ ഒരു വിഷയം മുൻനിർത്തി സമരം ചെയ്യുമ്പോൾ കാണിക്കുന്ന വല്ലാത്ത ഒരു ഹിപ്പോക്രസി ഉണ്ടല്ലോ. എങ്ങനെ അവർ ഈ ഭൂമി കൈക്കലാക്കി എന്നൊക്കെ CPI മുഖപത്രമായ ജനയുഗം വിശേഷിപ്പിക്കുന്നത് അങ്ങേയറ്റം ജുഗുപ്സാവഹമായ ഭാഷയിലാണ്. എന്തിനാണ് CPI ഇങ്ങനെ EP ജയരാജൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ നിലപാടുകൾ എടുക്കുന്നത്? ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമായും പറയുവാനുള്ള അവസരം തരണം. ഇതിനകത്ത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരണം നടത്തുമ്പോൾ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ ദിശയിൽ പോകണം എന്നുള്ള കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനമാണ് AIVF-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുകയുണ്ടായി, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് 1968-ൽ പാട്ടത്തിന് നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. MN ഗോവിന്ദൻ നായർ കൃഷിവകുപ്പ് മന്ത്രിയായിരുന്നു. അത് എത്ര നാളത്തേക്കാണ് കൊടുത്തത്? 3 വർഷത്തേക്കാണ്. 3 വർഷത്തേക്കാണ് പാട്ടത്തിന് നൽകിയത്. പാട്ടത്തിന് കൊടുത്തതാർക്കാണ്? ഗവർണർ മുഖ്യ രക്ഷാധികാരിയും മുഖ്യമന്ത്രി രക്ഷാധികാരിയും റവന്യൂ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും 3 ഹൈക്കോടതി ജഡ്ജിമാരടക്കം അംഗങ്ങളായിട്ടുള്ള ട്രസ്റ്റിനാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് 71-ൽ പാട്ടക്കാലാവധി 30 വർഷത്തേക്ക് പുതുക്കി 85-ൽ K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ PJ ജോസഫ് റവന്യൂ വകുപ്പ് മന്ത്രിയായി. ആ PJ ജോസഫ് റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഇത് പതിച്ച് കിട്ടുന്നതിന് വേണ്ടി അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ടുള്ള PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി ഈ നാരായണൻ നായരുടെ ഭാര്യ അതിൻ്റെ അധ്യക്ഷയായി പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ MN കൃഷിവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ 1968-ൽ പാട്ടത്തിന് നൽകിയത് 3 വർഷത്തേക്കായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള അക്കാദമിക് ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി തിരിച്ചു പിടിക്കുവാൻ കഴിയും എന്നുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി കൊടുത്തത്. എന്നാൽ ഇപ്പോൾ വളരെ വ്യക്തമായി നഗ്നമായ ലംഘനം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോ അക്കാദമി, ലോ കോളേജ് മാനേജ്മെന്റ് തന്നെ നടത്തിയിരിക്കുകയാണ്. 1968-ൽ ഈ ഭൂമി പാട്ടത്തിന് നൽകിയിരിക്കുന്ന ട്രസ്റ്റാണോ ഇപ്പോൾ നിലവിലുള്ളത്? അല്ല, ആ ട്രസ്റ്റ് മാറിയിട്ടുണ്ട്. അതാണോ സജിലാൽ, ഇത്ര ചരിത്രം പറയുമ്പോൾ പൂർണ്ണമായ ധാർമ്മികത നിങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണോ? ലോ അക്കാദമി മാനേജ്മെന്റുമായി ഈ 68 മുതൽ ഇങ്ങോട്ട് മറ്റേത് രാഷ്ട്രീയ കക്ഷിയേക്കാൾ കൂടുതൽ ബന്ധം പുലർത്തിയിട്ടുള്ളത് CPI അല്ലേ? ഡോക്ടർ നാരായണൻ നായരുടെ കൈവശം ഇപ്പോഴും CPI നേതാക്കളുടെ ലെറ്റർ പാഡിൽ എഴുതിയിട്ടുള്ള ശുപാർശ കത്തുകൾ CPIക്കാണ് ഏറ്റവും അധികം കോട്ട അവിടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ആ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. നിശ്ചയമായും അവർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ നിശിതമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം. ആ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് പൂർണ്ണമായ അർത്ഥത്തിലുള്ള അംഗീകാരം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുക. പക്ഷേ അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോഴും അതിനൊരു നിലവാരം വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ പത്രം എഴുതുകയാണ്, മുസ്ലിം ലീഗിനായിരുന്നു റവന്യൂ വകുപ്പെങ്കിൽ ഈ കുടുംബത്തിൽ ഒരാളെ പൊന്നാനിയിൽ അയച്ച് സുന്നത്ത് കല്യാണം നടത്തി മുസ്ലിം ലീഗിൻ്റെ കുപ്പായവും തൊപ്പിയും അണിയിച്ച് ഇടതുവശത്തേക്ക് മുണ്ടുടിപ്പിക്കാൻ പോലും മടിക്കുമായിരുന്നില്ല എന്ന്. അപ്പോൾ ഇത്രയും അശ്ലീലമായ ഭാഷയിലൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിന് അനുസൃതമായി പറയുന്നതിൻ്റെ ധാർമ്മികത ഇല്ലായ്മ ഒരു പ്രശ്നമായി CPIക്ക് തോന്നുന്നില്ലേ? അത് ജനയുഗത്തിൻ്റെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വാർത്തയല്ല.
സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരണം കൊടുത്തിരിക്കുകയാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത്, കേരളത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഉദ്ദേശശുദ്ധിയോടുകൂടി വളരെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാടാണ് CPIയും AIYF എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ തന്നെ സൂചിപ്പിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ തന്നെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, സ്ഥാപക നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാൻ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഒരു പരാതി തരുന്നു. ആ പരാതി വളരെ അടിയന്തരമായി റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നു. എന്തിനാണ് അസഹിഷ്ണുത? ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭൂമി വിനിയോഗത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ, മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ ഭൂമി ഉപയോഗിച്ചിട്ടുണ്ടോ, ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലാ അക്കാദമിക്ക് കൊടുത്തിരിക്കുന്ന ഭൂമിയിൽ തലശ്ശേരി ദം ബിരിയാണി വിൽക്കുന്ന ഹോട്ടൽ തുടങ്ങിയില്ലേ? അവിടെ കെട്ടിടം പണിത് ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തില്ലേ? ഇവിടെ ലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ വിവിധ ആളുകൾ അവിടെ ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്നില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ക്രമക്കേടുകൾ ഈ സർക്കാരിന്റെ റവന്യൂ വകുപ്പ് തന്നെ പരിശോധിക്കുമ്പോഴാണ് അവിടെ ഭൂമി ഏത് ആവശ്യത്തിനാണോ കൊടുത്തത് ആ ആവശ്യത്തിന് പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ബാങ്കിന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു, സർക്കാർ നൽകിയ ഭൂമി വിദ്യാഭ്യാസ ആവശ്യത്തിന് നൽകിയ ഭൂമിയിൽ ബിരിയാണി കച്ചവടം നടത്തുന്നു, അവിടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് താമസ സൗകര്യത്തിനായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ ആ വ്യവസ്ഥകളുടെ ലംഘനമാണല്ലോ. അതൊരു ഗുരുതരമായ പ്രശ്നമാണ്. കാരണം ഇത് പൊതുഭൂമിയാണ്, കേരളത്തിൻ്റെ ഭൂമിയാണ്. അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് നേരെ കണ്ണടയ്ക്കാനാകില്ലല്ലോ. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇതേ പേരൂർ കടയിൽ വെച്ച് തന്നെ പറഞ്ഞത് ഭൂമിയുടെ കാര്യം ഇത്രയും നാൾ ഉയർന്നില്ലല്ലോ, ഇപ്പോൾ മാത്രം എന്തിനാണ് വരുന്നത്, അതിൻ്റെയൊക്കെ ഉദ്ദേശം വേറെയല്ലേ എന്നാണ്. ഇതെന്താണ് ഒരു വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ പൊതുഭൂമിയുമായി പൊതുമുതലുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി CPIMന് തോന്നാത്തത്? ഒന്നാമത്തെ പ്രശ്നം അവിടെ ഇങ്ങനെ ദം ബിരിയാണി ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം തുടങ്ങിയ ആണെങ്കിൽ അങ്ങനെ പറയണം. അല്ലെങ്കിൽ ബാങ്ക് തുടങ്ങിയത് കഴിഞ്ഞ 4 മാസത്തിന് മുമ്പേ ആണെങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞാൽ മതി. നിങ്ങൾ വന്നതിന് ശേഷം ഇതൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഒരു മുദ്രാവാക്യം വയ്ക്കപ്പോൾ ആ മുദ്രാവാക്യത്തിന് ഒരു അടിസ്ഥാനം വേണം. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനം, ഞാൻ അതല്ലേ പറഞ്ഞു, 25 ഏക്കർ കൊടുത്തവരുണ്ട്, 50 ഏക്കർ കൊടുത്തവരുണ്ട്. ഈ പറയുന്ന എയ്ഡഡിന് കൊടുത്തിട്ട് അവിടെ സ്വാശ്രയ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കേരളത്തിലെ സംഘടിത മാനേജ്മെൻറ്റുകൾ ഞാൻ കാണിച്ചു തരാം. 2, അങ്ങനെ ഏതെങ്കിലും നിയമത്തിന് വിരുദ്ധമായിട്ട്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നല്ലേ പറയേണ്ടത്. അതിനെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് പറയാതിരിക്കുക. അവിടെ വിദ്യാർത്ഥികൾ കുറേ ന്യായമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി. ആ മുദ്രാവാക്യങ്ങൾ ന്യായമാണ്. അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സ്വാശ്രയ കോളേജുകളിലും ആ പ്രശ്നം നിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുന്നതിനാവശ്യമായി കേരളത്തിലെ രക്ഷിതാക്കളുടെയും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ BJP നേതാവ് കട്ടിലുമായി പോവുക, എന്നിട്ട് ഇതിനെ മറ്റൊരു രൂപത്തിലേക്ക് ആക്കുക, വേറൊരു രൂപത്തിലേക്കുള്ള പ്രചരണം സംഘടിപ്പിക്കുക. അപ്പോൾ ഞാനതല്ല പറഞ്ഞത്, എല്ലാ കാലഘട്ടത്തിലും ഇത്തരം സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം സമീപനങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെട്ട സമീപനങ്ങളാണ്. അത്തരം സമീപനങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. ശേഷിയില്ലാത്തവർ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ശേഷിയുണ്ട്, അതിന് ഞങ്ങൾ പ്രതിരോധിച്ചോളും. ശരിയായ മുദ്രാവാക്യമാണ്. ബാങ്ക് നടക്കുന്നു, കേരളത്തിൽ ഏതൊക്കെ കോളേജുകളിൽ ബാങ്ക് നടക്കുന്നു, എല്ലാ ബാങ്കും അടച്ചുപൂട്ടാൻ തീരുമാനിക്കട്ടെ, ഒരു പ്രശ്നമില്ല. അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളില്ലേ? ക്യാൻറ്റീൻ പ്രവർത്തിക്കാൻ പാടില്ല, ക്യാൻറ്റീൻ്റെ ഒരു ഭാഗമാണ്, ശരി പൂട്ടിക്കോട്ടെ. അതിന് വ്യവസ്ഥാപിതം, അത് സർക്കാരല്ല ചെയ്യേണ്ടത്. അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ശ്രീ ഡീൻ കുര്യാക്കോസ്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയവും വിദ്യാർത്ഥികളുടെ വിഷയവും രണ്ടും രണ്ടാണ്. വിദ്യാർത്ഥികൾ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തു. അതിന് പരിഹാരം ഏറെക്കുറെ ഇതിനപ്പുറത്ത് എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അത് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് അവരുടെ അധ്യയനം തുടരേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് നിയമപ്രശ്നങ്ങളും നിശിതമായ സ്ക്രൂട്ടണിക്ക് വിധേയമാകേണ്ടതാണ്. അതിന് രാഷ്ട്രീയ സമ്മർദ്ദവും വേണം. അത് രണ്ടും രണ്ടല്ലേ? വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിച്ച് ആ പ്രശ്നം അവിടെ പരിഹരിച്ചതിന് ശേഷം ഈ ഭൂമി അടക്കമുള്ള രാഷ്ട്രീയമായ വിഷയങ്ങൾ ഉന്നയിക്കുന്നതല്ലേ യുക്തി? അല്ല, രണ്ടും രണ്ടായി പോയിക്കോട്ടെ, ആർക്കാണ് വിരോധം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ പ്രിൻസിപ്പലിന്റെ രാജിയിൽ തന്നെയാണ് ഇപ്പോഴും സമരം അവിടെ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി ഇപ്പൊ നമ്മൾ ഈ ചാനൽ ചർച്ച നടക്കുമ്പോൾ ഈ ചാനലിന്റെ അടിയിൽ കൂടി തന്നെ സ്ക്രോളിംഗ് പോകുന്നുണ്ടല്ലോ. മറ്റക്കര ടോംസ് കോളേജിൽ അവിടെ വിദ്യാർത്ഥികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക സർവകലാശാലയുടെ ഇടപെടലാണ്, രജിസ്ട്രാറുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സ്ക്രോളിംഗ് പോവുകയാണ്. അപ്പൊ മറ്റക്കര ടോംസ് കോളേജിനും
തിരുവനന്തപുരം ലോ അക്കാഡമിക്കും നെഹ്റു പാമ്പാടി കോളേജിനും ഒരേ നീതിയാണ് ഈ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പൊ അത് ഉണ്ടാകുന്നില്ല. ഇവിടെ ചേക്കുട്ടി സാർ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് CPM-നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും? ഞങ്ങൾ ആരെങ്കിലും പ്രത്യേകിച്ച് ആക്രമിക്കാൻ തുടങ്ങിയതാണോ? ഇവിടെ സമരരംഗത്ത് വന്നതിന് ശേഷം ഒളിച്ചോടിയപ്പോഴും അതിന് മുൻപും അതിന് ശേഷവും ഉണ്ടായിട്ടുള്ള അവരുടെ വാക്കുകളും പ്രവൃത്തികളുമാണ്. 50 വർഷം മുമ്പ് നടന്നതല്ലേ, ഭൂമിയെക്കുറിച്ച് മിണ്ടരുത്, അത് ഞങ്ങളുടെ ബാധ്യതയല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ വിമർശിക്കാതിരിക്കും? പിണറായി വിജയൻ പറയുന്നത് ഭൂമി തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല, നിയമലംഘനം നടന്നാൽ ആരാ പരാതി കൊടുത്തത്? VS അച്യുതാനന്ദനല്ലേ, CPM-ന്റെ ഏറ്റവും സമുന്നത നേതാവല്ലേ? അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ പറയാണ് ഒരു നടപടി ഉണ്ടാവില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് CPM-നെ വിമർശിക്കാതിരിക്കുക? അങ്ങനെ വിമർശിച്ചത് തെറ്റാണ് എന്ന് പറയാൻ ചേക്കുട്ടി സാറിന് എങ്ങനെ കഴിയും? അപ്പൊ അതുകൊണ്ട് ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇപ്പൊ ജിഷ്ണു പ്രണോയിയുടെ അമ്മയുടെ കത്തുണ്ട്. മുൻ SFIയുടെ നേതാവാണ് മഹിജ എന്ന് പറയുന്ന ആ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞത് എന്താ? കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല സംശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവിടെ ഇനി ഒരു ജിഷ്ണു പ്രണോയ് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഈ സമീപനം കൊണ്ട് പോയാൽ തീർച്ചയായും അതാണ് കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ വിമർശനം. എന്തായാലും റവന്യൂ മന്ത്രി പറഞ്ഞ അന്വേഷണത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ റവന്യൂ വകുപ്പ് നടത്തുന്ന അന്വേഷണത്തെ അല്ല മുഖ്യമന്ത്രി വിമർശിച്ചത് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞത് എന്ന് ഇന്നിപ്പോൾ CPI തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് പഴയ തിരുക്കൊച്ചി സർക്കാരിന്റെ കാലത്തും അതിനു മുൻപും ഉണ്ടായിട്ടുള്ള ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, 68-ന് ശേഷം ഉണ്ടായിട്ടുള്ള ഭൂമി പാട്ടം കൊടുക്കലും 85-ൽ ഉണ്ടായിട്ടുള്ള ഭൂമി പതിവുമൊക്കെ ഈ റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ വരും. അക്കാര്യത്തെ മുഖ്യമന്ത്രി തള്ളി പറയുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതിനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ P. ബിജു, ശ്രീ R. സജിൻലാൽ, ശ്രീ NP ചെക്കുട്ടി.